ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എക്സാമിന് കറണ്ട് അഫയേഴ്സ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ആൻഡ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ദിശ അക്കാഡമി റെഗുലർ ആയിട്ട് വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സീരീസിലെ പുതിയൊരു സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ 1 മുതൽ ജൂൺ 20 വരെ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Okay, the first question is consider the following statements about Sarinda of Tripura. അതായത് ത്രിപുരയുടെ ത്രിപുരയിലെ സരിന്തയെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റിസീവ്ഡ് എ GA ടാഗ് ഇൻ ജൂൺ 2026. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ബോട്ട് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് ഫ്രം ബാംബു. Which of the statements given above are correct? അപ്പോൾ ത്രിപുരയിലെ സരിന്തയെ കുറിച്ചിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇറ്റ് റിസീവ്ഡ് എ GA ടാഗ് ഇൻ ജൂൺ 2026. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഈ സരിന്ദ ഓഫ് ത്രിപുര എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് സരിന്ദ ഓഫ് ത്രിപുര എന്ന് പറയുന്നതാണ് ത്രിപുരയിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സരിന്ദ എന്ന് പറയുന്നത് എന്താണ്, ത്രിപുരയിൽ യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് ഫോക്ക് സോങ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ റിച്വൽസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെന്ത് സരിന്ദ എന്ന് പറയുന്നത്. അപ്പൊ ഈ സരിന്ദയ്ക്ക് റീസെന്റ് ആയിട്ട്, അതായത് ഈ മന്തിൽ ജൂൺ 2026 എന്ത് കിട്ടി, GA ടാഗ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ബോട്ട് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇതൊരു ബോട്ട് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ബേസിക്കലി ഇതെന്താണ്, ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമ്മുടെ വയലിൻ പോലെയുള്ള ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ത് ഈ ഒരു സരിന്ദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് ഒരു ബോ യൂസ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ വയലിൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വയലിൻ നമ്മൾ പ്ലേ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു ബോ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ സരിന്ദയും യൂസ് ചെയ്യുന്നത് ഒരു ബോ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതെന്താണ്, ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ദിസ് ഇസ് ബേസിക്കലി എ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്. സോ ഇതെന്ന് പറയുന്നതാണ് ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ദിസ് ഇസ് ബേസിക്കലി സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതൊരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ഈ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് ഒരു ബോ യൂസ് ചെയ്തിട്ടാണ്. സോ ഒരു ബോ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് സരിന്ദ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് ഫ്രം ബാംബു. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് കറക്റ്റ് ആണ്. ബിക്കോസ് സരിന്ദ എന്ന് പറയുന്നത് മെയിൻലി ബാംബുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ടീക്ക് വുഡും യൂസ് ചെയ്യാറുണ്ട്. സോ ടീക്ക് അല്ലെങ്കിൽ ബാംബു വുഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സരിന്ദ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അപ്പൊ മെയിൻലി ഈ രണ്ട് വുഡ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ. ഒന്നെങ്കിൽ ബാംബുവിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ടീക്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്ട്രുമെന്റ് മേക്ക് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്ന് പറയുന്ന ഒരു സിംഗിൾ വുഡ് ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലോഗ് ഓഫ് വുഡിൽ നിന്നായിരിക്കും. അതായത് ഒരൊറ്റ കഷ്ണം തടിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻ്റെ ഇൻസ്ട്രുമെന്റും കാർവ് ഔട്ട് ചെയ്തെടുക്കുന്നത്. അതായത് പാർട്സ് ആയിട്ടായിരിക്കില്ല, ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് വുഡ് കാണും, ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് വുഡ് അല്ലെങ്കിൽ ഒരൊറ്റ തടി കഷ്ണം കാണും. അതിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ അത് കാർവ് ഔട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്ട്രുമെന്റ് മേക്ക് ചെയ്യുന്നത്. ഇനി ത്രിപുരയിലേക്ക് വരുമ്പോൾ ത്രിപുരയിലുള്ള സരിന്ദയ്ക്ക് ഇപ്പൊ GA ടാഗ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ത്രിപുരയിലുള്ള മറ്റു 3 ഐറ്റങ്ങൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, GA ടാഗ് കിട്ടിയിട്ടുണ്ട്. സോ ത്രിപുരയ്ക്ക് ടോട്ടൽ 4 GA ടാഗുകളാണ് എന്തുള്ളത്, ത്രിപുരയ്ക്കുള്ളത്. സോ ത്രിപുരയിലുള്ള 4 ഐറ്റങ്ങൾക്ക് എന്തുണ്ട്, GA ടാഗ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, സരിന്ദ എന്ന് പറഞ്ഞ ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, GA ടാഗ് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് GA ടാഗ്, അല്ലെങ്കിൽ അതിനു മുന്നേ GA ടാഗ് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ത്, ക്യൂൻ പൈനാപ്പിൾ എന്ന് പറയുന്നത്. അതായത് ത്രിപുരയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബ്രീഡ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് പൈനാപ്പിൾ ആണെന്ത്, ഈ ഒരു ക്യൂൻ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പോർട്ടിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. സോ മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്യൂൻ പൈനാപ്പിൾ എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ത്രിപുരയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂൻ പൈനാപ്പിളിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുന്നേ GA ടാഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസ ആൻഡ് പച്ച്ര. സോ റിസ ആൻഡ് പച്ച്ര ഇതൊരു
ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് വുവൺ ഫാബ്രിക് ആണ്. അതായത് ഇത് ബേസിക്കലി എന്താണ്, ഒരു ടെക്സ്റ്റൈൽ ആണ്. ട്രഡീഷണൽ ആയിട്ട് കൈവച്ച് നെയ്തെടുക്കുന്ന ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ആണെന്ന് റിസ ആൻഡ് പച്ട്ര എന്ന് പറയുന്നത്. ഇതിനും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാബരി പേട, ഈ ഒരു മാതാബരി പേടയ്ക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, നേരത്തെ ത്രിപുരയിൽ നിന്ന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. സോ മാതാബരി പേടയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ത്രിപുരയിൽ നിന്ന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പേട എന്ന് പറയുന്നത് ത്രിപുരയിൽ ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്. ആ ഒരു ടെമ്പിളിന്റെ പേരാണ് മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ. സോ മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ത്രിപുരയിൽ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്. അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നതാണെന്ത്, ഈ ഒരു മാതാബരി പേട എന്ന് പറയുന്നത്. സോ ത്രിപുരയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ. ആ ഒരു മാതാ ത്രിപുര സുന്ദരി ടെമ്പിളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു ഡയറി ബേസ്ഡ് സ്വീറ്റ്, അതായത് നമ്മുടെ പാൽപേട ഉണ്ടല്ലോ, അതേപോലെ ഒരു പേടയാണെന്ത് ഈ ഒരു മാതാബരി പേട എന്ന് പറയുന്നത്. ഇതിനും എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപ് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D 1, 2 and 3. Next, second question, the Kishau Dam project is located along the border of which two states? ഏത് രണ്ട് സ്റ്റേറ്റ്സിന്റെ ബോർഡേഴ്സിലാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കിഷോ ഡാം പ്രൊജക്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ, ആൻഡ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ്. ഇതിൽ ഏത് രണ്ട് സ്റ്റേറ്റ്സിന്റെ ബോർഡറിലാണ് റീസെന്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കിഷൗ ഡാം പ്രൊജക്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ കിഷോ ഡാം പ്രൊജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഹൈഡ്രോ പവർ അതുപോലെ തന്നെ ഒരു വാട്ടർ പ്രൊജക്റ്റും കൂടിയാണ്. സോ ഇതൊരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റും ആണ്, അതുപോലെ തന്നെ ഒരു വാട്ടർ റിസർവ് പ്രൊജക്റ്റും ആണ്, ഒരു വാട്ടർ റിസർവയർ പ്രൊജക്റ്റും ആണ്. അപ്പോൾ ഹൈഡ്രോ പവറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇറിഗേഷനും മറ്റു കാര്യങ്ങൾക്കുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതായത് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള വാട്ടറും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഒരു വാട്ടർ റിസർവയർ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്റ്റോറേജ് പ്രൊജക്റ്റും കൂടിയാണെന്ത് ഈ ഒരു കിഷൗ ഡാം പ്രൊജക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ കിഷോ ഡാം പ്രൊജക്ട് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് ടോൺസ് റിവറിന് അക്രോസ് ആയിട്ടാണ്. സോ ടോൺസ് റിവറിലാണ് ഈ ഒരു ഡാം എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടോൺസ് റിവറിലാണ് ഈ ഒരു കിഷോ ഡാം പ്രൊജക്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് റിവറിലാണ് കിഷോ ഡാം പ്രൊജക്ട് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദി ടോൺസ് റിവർ. സോ ടോൺസ് റിവറിലാണ് എന്തുള്ളത്, കിഷോ ഡാം പ്രൊജക്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടോൺസ് റിവർ എന്ന് പറയുന്നത് നമ്മുടെ യമുനയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് യമുന. സോ യമുനയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണെന്ത് ഈ ഒരു ടോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് റിവർ യമുന. സോ യമുന റിവറിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി, ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ടോൺസ് റിവർ. ഇനി ഈ ഒരു ടോൺസ് റിവർ എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറി ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്താണ്, ഒരു നാച്ചുറൽ ബൗണ്ടറി കൂടിയാണ്. ഈ ഒരു ടോൺസ് റിവർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റുകളുടെ നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് സ്റ്റേറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ്. സോ ഉത്തരാഖണ്ഡിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോൺസ് റിവർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിഷോ ഡാം പ്രൊജക്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടോൺസ് റിവറിലാണ്. ടോൺസ് റിവർ ആണെന്ത് യമുനയുടെ ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോൺസ് റിവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരാഖണ്ഡിന്റെയും ആൻഡ് ഹിമാചൽ പ്രദേശിന്റെയും ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണെന്ത് കിഷോ ഡാം പ്രൊജക്ട് എന്ന് പറയുന്നത്. The next question, the Ministry of Corporate Affairs expanded Schedule 7 of the Companies Act 2013 to include subscription to which instruments as eligible CSR activity. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ത് ചെയ്തു, കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 7 ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വരുത്തിയ അമെൻമെന്റ് എന്ന് പറയുന്നത് ഇനി മുതൽ കമ്പനികൾ
അതായത് ഇനി മുതൽ പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അവരുടെ CSR ആക്ടിവിറ്റി ആയിട്ട്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ആക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്താൽ CSR ആക്ടിവിറ്റി ആയിട്ട് ഏതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ അതും കണക്കാക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഇതിനെ അമെൻഡ് ചെയ്തു. അപ്പോൾ റീസെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കമ്പനീസ് ആക്ട് 2013 അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതും CSRന്റെ ഭാഗമായിട്ട് കണക്കാക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. അപ്പോൾ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീസെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അവരുടെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് പർച്ചേസ് ചെയ്താൽ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഗ്രീൻ ബോണ്ട്സ്, ഓപ്ഷൻ ബി മുനിസിപ്പൽ ബോണ്ട്സ്, ഓപ്ഷൻ സി ZP ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ള ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഏത് ഇൻസ്ട്രുമെന്റ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു കമ്പനിയുടെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അതുകൂടി പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ZP ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് ZP ഇൻസ്ട്രുമെന്റ്സ്. എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ZP ഇൻസ്ട്രുമെന്റ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ ZP ഇൻസ്ട്രുമെന്റ്? എന്താണ് ഈ ZP ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ZP ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സീറോ കൂപ്പൺ, zero principal instrument. It means zero coupon, zero principal instrument. എന്താണ് ZP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it means zero coupon, zero principal instrument. അപ്പോൾ ZP stands for zero coupon, zero principal instrument. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത് ഗവൺമെന്റ് ബോണ്ടാണ്. അതായത് നിങ്ങൾ ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ബോണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഈ ഒരു ഡോക്യുമെന്റിനകത്ത് എന്തിരിക്കും, ഒരു വാല്യൂ മെൻഷൻ ചെയ്തിരിക്കും. അതായത് ഈ ഒരു ബോണ്ടിന്റെ വാല്യൂ ഇത്രയാണ് എന്ന് പറഞ്ഞ് എന്തിരിക്കും, ഒരു വാല്യൂ മെൻഷൻ ചെയ്തിരിക്കും. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെന്റിനകത്ത് എന്തിരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ പീസ് ഓഫ് സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി പീരീഡ് ഇത്ര വർഷമാണ് എന്നുള്ള രീതിയിൽ എന്തിരിക്കും, മാർക്ക് ചെയ്തിരിക്കും. മെച്യൂരിറ്റി പീരീഡ് ഇത്ര വർഷമാണ് എന്നുള്ള രീതിയിൽ എന്തിരിക്കും, ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെന്റിന് ലോങ് ടേമിലേക്ക് ഒരു 5 വർഷത്തേക്ക് ഒരു 1 കോടി രൂപ റേസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ ഫേസ് വാല്യൂ ഉള്ള, അതുപോലെ തന്നെ 5 വർഷം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ഗവൺമെന്റ് ബോണ്ട് എന്തെയും ഇഷ്യൂ ചെയ്യും. അതായത് ഗവൺമെന്റിന് ഒരു വർഷത്തേക്ക് 5 കോടി രൂപ വേണമെന്ന് വിചാരിക്കും. 5 വർഷത്തേക്ക് 1 കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ ഗവൺമെന്റ് ബോണ്ടിനകത്ത് എഴുതി വെച്ചിരിക്കും ഈ ഒരു പീസ് ഓഫ് പേപ്പറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 crore rupees ആണ്. ആൻഡ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നതാണ് 5 years ആണ്. ഇപ്പം ഞാൻ ഗവൺമെന്റ് ആണെന്ന് വിചാരിക്കുക, എനിക്ക് 5 വർഷത്തേക്ക് 1 കോടി രൂപ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യും. അതിനകത്ത് എഴുതി വെച്ചിരിക്കും ഈ ഒരു ബോണ്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ എന്താണ്, 1 കോടി രൂപയാണ്. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നതാണ് 5 വർഷമാണ്. എന്നിട്ട് ഞാൻ പറയും ഇത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പർച്ചേസ് ചെയ്യാം. അതായത് നിങ്ങൾ 1 കോടി രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റ് ബോണ്ട് എന്ത് ചെയ്യും, ഞാൻ അങ്ങോട്ട് തരും. എന്നിട്ട് 5 വർഷം കഴിഞ്ഞ് ഈ ഒരു ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് മെച്യൂർ ആകുമ്പോൾ നിങ്ങൾ ആ ബോണ്ട് എനിക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, 1 കോടി രൂപ അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും, തിരിച്ചു തരും. അപ്പോൾ എനിക്ക് 5 വർഷത്തേക്ക് 1 കോടി വേണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്തു. നിങ്ങൾ 1 കോടി രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നു, ഞാൻ ഈ ഗവൺമെന്റ് ബോണ്ട് നിങ്ങൾക്ക് തന്നു.
5 വർഷമായിരുന്നു മെച്യൂരിറ്റി പീരീഡ്. 5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ ആ ബോണ്ട് എനിക്ക് തിരിച്ചു തന്നു, ഞാൻ വാങ്ങിയ 1 കോടി എന്ത് ചെയ്തു, നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നു. അത് കൂടാതെ ഇതിനകത്ത് ഒരു കാര്യം കൂടി എഴുതി വെച്ചിരിക്കും, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് റെഗുലർ ഇൻ്റർവെൽസിൽ ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും ഈ ഒരു ബോണ്ടിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 10% എന്ത് ചെയ്യും, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തിരിക്കും, എഴുതി വെച്ചിരിക്കും. ഒരു ഗവൺമെന്റ് ബോണ്ടിനകത്ത് 3 കാര്യങ്ങൾ കാണും. ഒന്ന് ഫേസ് വാല്യൂ, അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ്, 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ 1 കോടി രൂപ എനിക്ക് ഇപ്പം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഗവൺമെന്റ് ബോണ്ട് അങ്ങോട്ട് തരും. എന്നിട്ട് 5 വർഷം കഴിഞ്ഞ് ഈ ബോണ്ട് മെച്യൂർ ആകുമ്പോൾ ഈ ബോണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ വാങ്ങിയ 1 കോടി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അതുകൂടാതെ റെഗുലർ ഇൻ്റർവെൽസിൽ സേ ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും ഈ ബോണ്ടിന്റെ വാല്യൂ എത്രയായിരുന്നു അതിന്റെ 10% എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണത് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഞാൻ കടം വാങ്ങുകയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ ഞാൻ കടം വാങ്ങിച്ചു, സെക്യൂരിറ്റി ആയിട്ടൊരു ബോണ്ട് അങ്ങോട്ട് തന്നു. എന്നിട്ട് 5 വർഷത്തേക്കാണ് പൈസ വാങ്ങിയത്. 5 വർഷം കഴിഞ്ഞപ്പോൾ വാങ്ങിയ പൈസ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അങ്ങോട്ട് തന്നു. അതുകൂടാതെ റെഗുലർ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ 1 കോടിയുടെ 10% എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗവൺമെന്റ് ബോണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ്? ഇപ്പൊ എന്താണ് ഈ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതും എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ ഇത് ഇഷ്യൂ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് അവകാശം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് മാത്രമാണ്. സോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അതായത് പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ എന്താണ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്മൈൽ ഫൗണ്ടേഷൻ. സോ സ്മൈൽ ഫൗണ്ടേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്രൈ, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു എന്നുള്ള ക്രൈയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കുറെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ് ZC/ZP ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രൈ, ചൈൽഡ് റൈറ്റ്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഓർഗനൈസേഷൻ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ് ZC/ZP ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി കമ്പനീസിന്, മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസിന് എന്ത് ചെയ്യാം, ഈ ZC/ZP ഇൻസ്ട്രുമെന്റ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങുന്ന ആൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങാനായിട്ട് അയാൾ കൊടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ അതും തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ റെഗുലർ ടൈമിൽ എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റും കിട്ടില്ല. അതായത് ഇതിനകത്ത് എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സീറോ കൂപ്പൺ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, തരുന്ന പ്രിൻസിപ്പളും അതായത് തരുന്ന മുതലും എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ഇതിനെ സീറോ പ്രിൻസിപ്പൽ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാനൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ എന്താ ഈ ZC/ZP ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യാം. ഈ ഇൻസ്ട്രുമെന്റ് പൈസയുള്ളവർക്ക് ഫോർ എക്സാമ്പിൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ CSRന്റെ ഭാഗമായിട്ട് വാങ്ങാം. ഇനി ഈ ZC/ZP ഇൻസ്ട്രുമെന്റ് അവർ വാങ്ങിയാലും അവർക്ക് ഈ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തന്ന പൈസയും തിരിച്ചു കൊടുക്കില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും എന്ത് ചെയ്യില്ല, അവർക്ക് കൊടുക്കില്ല. സോ ബേസിക്കലി അവരെന്ത് ചെയ്യുന്നു, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ തരുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് ഇൻസ്ട്രുമെന്റ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനായിട്ട് മുടക്കിയ പൈസ പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് വാങ്ങിയതുകൊണ്ട് എന്തില്ല, അവർക്ക് റെഗുലർ ടൈമിൽ ഇൻട്രസ്റ്റിന്റെ പരിപാടിയില്ല. അതാണെന്ത് ഈ ZC/ZP ഇൻസ്ട്രുമെന്റ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്ത് ഗവൺമെന്റ് അതിനകത്ത് എഴുതി ചേർത്തത്. ഇനി ZC/ZP ഇൻസ്ട്രുമെന്റിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്തിട്ട്
ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്തത്? ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വീടില്ലാത്ത 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഇത് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കാം. സോ ഞാൻ എന്നാണോ ഇഷ്യൂ ചെയ്തത് ആ ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മാക്സിമം ഒരു 3 years വരെ മാത്രമേ എന്തുള്ളൂ ഇതിന് മെച്യൂരിറ്റി കാണൂ. അതായത് ഈ ZCZPയുടെ ഇൻസ്ട്രുമെന്റിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്ന മാക്സിമം എന്തായിരിക്കും, ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഒരു 3 വർഷം വരെ ആയിരിക്കും. ഇതിനുള്ളിൽ എന്ത് ചെയ്യണം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഫണ്ട് റേസ് ചെയ്തത് ആ പരിപാടി എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ CGL 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ റിലീസായി. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇനി എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ത്, SSC CGL 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സ്. ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുന്ന CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് കോഴ്സ് ആണ് SSC CGL 2026 കോഴ്സ്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്ന വരാൻ പോകുന്ന 2026 CGL എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതായത് 2026 CGL എക്സാം എന്നാണോ വരുന്നത് അതിന് മുന്നേ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് പറഞ്ഞിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യും നമ്മൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു തരും. അപ്പോൾ ഇതാണെന്ത് ഈ ഒരു CGL 2026 കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന CGL 2026 എക്സാമിന് സ്പെഷ്യലി ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. വളരെ ബേസിക് ലെവലിൽ തന്നെ, അതായത് ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ വളരെ ബേസിക് ലെവലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, മീൻസ് വളരെ ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യും നമ്മൾ കവർ ചെയ്യും വിത്തിൻ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും റേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ആൻഡ് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനകത്ത് കയറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൂടാതെ ഇതിനെന്തുണ്ട്, ടെസ്റ്റ് സീരീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമായിട്ട് ഈ ഒരു 4999 എന്നുള്ള പ്രൈസിനകത്ത് അവൈലബിൾ ആണ്. വളരെ കുറച്ച് ടൈം പീരീഡിലേക്ക് മാത്രം, ലിമിറ്റഡ് ടൈം ഓഫർ ആണ് 4999 അതായത് അണ്ടർ 5000 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ CGLന് വേണ്ടിയിട്ട്, അതായത് വരാൻ പോകുന്ന CGLന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ബട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കൊള്ളുക. നിങ്ങൾക്ക് ഈ വർഷം തന്നെ CGL ക്രാക്ക് ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഫർദർ ഡീറ്റെയിൽസ്, ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനോ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. Okay, next question. Which Central Asian country became the 10th member of New Development Bank in June 2026? So June 2026-ന് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 10ാമത്തെ മെമ്പർ ആയിട്ട് മാറിയ സെൻട്രൽ ഏഷ്യൻ കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So which Central Asian country became the 10th member of the New Development Bank in June 2026? Option A, Kazakhstan. Option B, Tajikistan. ഓപ്ഷൻ സി, ഉസ്ബെക്കിസ്ഥാൻ. ആൻഡ് ഓപ്ഷൻ ഡി, തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ ഇവരിൽ ഏത് സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ് ജൂൺ 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 10th മെമ്പർ, 10ാമത്തെ മെമ്പർ ആയിട്ട് മാറിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഉസ്ബെക്കിസ്ഥാൻ. ഓപ്ഷൻ സി, ഉസ്ബെക്കിസ്ഥാൻ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, ഉസ്ബെക്കിസ്ഥാൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 10ാമത്തെ മെമ്പർ ആയിട്ട് ജൂൺ 2026 മാറിയത്. ഇനി എന്താണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്? സോ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചുള്ള ചില ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റീസെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഉള്ള ഈ ഒരു ബാങ്കിന്റെ പേരാണ്. ഇതിന്റെ ഫോമർ നെയിം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോമർലി നോൺ ആസ്, അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ബാങ്ക് ഓപ്പറേഷനലൈസ് ചെയ്ത സമയത്ത് ഈ ഒരു ബാങ്കിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് നോൺ ആസ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ഓപ്പറേഷനലൈസ് ചെയ്ത സമയത്ത് ഈ ഒരു ബാങ്കിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. ഓപ്പറേഷനലൈസ് ചെയ്ത സമയത്ത് ഈ ഒരു ബാങ്കിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്.
ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ളതായിരുന്നു ഇതിന്റെ ഫോമർ നെയിം എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷണലൈസ്ഡ് ആയ ടൈമിൽ ഈ ഒരു ബാങ്കിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. ഇനി 2015, സോ ജൂലൈ 2015 എന്ത് ചെയ്യുന്നത് ഈ ഒരു ബാങ്ക് ഓപ്പറേഷണലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഓപ്പറേഷണലൈസ്ഡ് ഇൻ ജൂലൈ 2015, 21st ജൂലൈ 2015. സോ 21st ജൂലൈ 2015 എന്ത് ചെയ്യുന്നത് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബാങ്കിന്റെ ഫൗണ്ടേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്സ് കൺട്രീസ് ആയിരുന്നു ഈ ഒരു ബാങ്കിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ബ്രിക്സ് നേഷൻസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഫൗണ്ട് ചെയ്യുന്നത് ഓൺ 21st ജൂലൈ 2015. ഇനി ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് ബ്രസീൽ, റഷ്യ, സോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. സോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഈ ബ്രിക്സ് നേഷൻസ് ചേർന്നിട്ട് 2015 സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ 2015 ഓപ്പറേഷണലൈസ്ഡ് ആക്കിയ ബാങ്ക് ആണെന്ത് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് നേഷൻസ്, അതുപോലെ തന്നെ എമേർജിംഗ് എക്കോണമീസ്, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഫണ്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു കൺട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്സ് എന്ത് ചെയ്യുക ഫണ്ട് ചെയ്യുക. ഇതായിരുന്നു ഈ ഒരു ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫോർമേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഫോം ചെയ്ത് ബ്രിക്സ് നേഷൻസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊജക്ട്സും ഫണ്ട് ചെയ്യാനും, അതുപോലെ തന്നെ എമേർജിംഗ് എക്കോണമീസിന്റെയും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഇത് ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുന്നത് 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതിനുശേഷം പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുന്നത് ഇതിനെ റീനെയിം ചെയ്യുന്നത്. ഇനി ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഷാങ്ഹായ്. സോ ചൈനയിലെ ഷാങ്ഹായ് ആണെന്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഷാങ്ഹായ്, ചൈന. സോ ചൈനയിലെ ഷാങ്ഹായിലാണെന്നുള്ളത് ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം മെമ്പേഴ്സ് ആകാം. മീൻസ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിലേക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മെമ്പേഴ്സ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും വരാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ UN നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിൽ മെമ്പർ ആയിട്ടുള്ള എല്ലാ കൺട്രീസിനും എന്ത് ചെയ്യാം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിന്റെയും ഭാഗമായിട്ട് വരാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ബാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം മറ്റ് ബാങ്കുകൾ, അതായത് മറ്റ് മൾട്ടിലാറ്ററൽ കൺട്രീസ് അല്ലെങ്കിൽ മറ്റ് വേൾഡ് ബാങ്ക് പോലുള്ള മറ്റ് ബാങ്കുകൾ, അതായത് വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വോട്ടിംഗ് റൈറ്റ്സ് എന്തല്ല ഈക്വൽ അല്ല. അതായത് ചിലർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൂടുതലാണ്, ചിലർക്ക് പവർ കൂടുതലാണ്, ചില കൺട്രീസിന് പവർ കുറവാണ്. പക്ഷേ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ വോട്ടിംഗ് പവേഴ്സ് ആണ്. അതായത് ഓരോ കൺട്രീസിനും ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഭാഗമായിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും ഈക്വൽ വോട്ടിംഗ് പവേഴ്സ് ആയിരിക്കും എന്തിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത്. വേൾഡ് ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചില പെർട്ടിക്കുലർ കൺട്രീസിന്, അതായത് US, ചൈന പോലുള്ള കൺട്രീസിന് വോട്ടിംഗ് പവർ കൂടുതലാണ്, ഇന്ത്യ പോലെയുള്ള കൺട്രീസിന് വോട്ടിംഗ് പവർ കുറവാണ്. എന്നാൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കൺട്രീസിനും ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ ഈക്വൽ വോട്ടിംഗ് പവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 10ാമത്തെ മെമ്പർ ആവുന്ന കൺട്രിയാണെന്ത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. സോ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മെമ്പർ ആകുന്ന 10ാമത്തെ കൺട്രിയാണ്. അതുകൂടാതെ ഉസ്ബെക്കിസ്ഥാന്റെ കൂടെ 11ാമതൊരു കൺട്രി കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഭാഗമായിട്ടുണ്ട്. ദാറ്റ് ഈസ് കൊളംബിയ. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്ത 2 കൺട്രീസ് ആണ് ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും. ഉസ്ബെക്കിസ്ഥാൻ ആണ് 10ാമത്തെ മെമ്പർ കൺട്രി ആൻഡ് കൊളംബിയ ആണെന്ത് 11ാമത്തെ മെമ്പർ കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബ്രിക്സ് നേഷൻസ്, അതായത് ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ബ്രിക്സ് കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് 5 ബ്രിക്സ് കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ 10ാമത്തെ മെമ്പറായിട്ട് ഉസ്ബെക്കിസ്ഥാനും 11ാമത്തെ മെമ്പറായിട്ട് കൊളംബിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് റിമൈനിങ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ്, UAE, ബംഗ്ലാദേശ് ആൻഡ് അൾജീരിയ. സോ ഈജിപ്റ്റ്, UAE, ബംഗ്ലാദേശ് ആൻഡ് അൾജീരിയ ഇവരാണ് മറ്റ് മെമ്പേഴ്സ്.
അതായത് ബ്രിക്സ് കൺട്രി കൂടാതെ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്ത്, UAE, ബംഗ്ലാദേശ്, അൾജീരിയ. ആൻഡ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് 10ാമത്തെ മെമ്പറായിട്ട് ഉസ്ബെക്കിസ്ഥാനും വന്നു, 11ാമത്തെ മെമ്പറായിട്ട് കൊളംബിയയും വന്നു. അപ്പോൾ നിലവിൽ കറന്റ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ എത്ര മെമ്പർ കൺട്രീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 11. അതായത് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ബ്രിക്സ് കൺട്രീസ് ഉണ്ട്, അതുകൂടാതെ ഈജിപ്ത്, UAE, ബംഗ്ലാദേശ്, അൾജീരിയ. ആൻഡ് റീസെന്റ് ആയിട്ട് 10th മെമ്പറായിട്ട് ഉസ്ബെക്കിസ്ഥാൻ ജോയിൻ ചെയ്തു, 11th മെമ്പറായിട്ട് എന്ത് ചെയ്തു, കൊളംബിയ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, on whose recommendation was a national statistical commission set up? അതായത് റീസെന്റ് ആയിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാനെയും മറ്റു മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തായിരുന്നു. അതായത് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തായിരുന്നു, പാർലമെന്റ് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഏത്, അതായത് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഏത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് മുൻപ് സെറ്റപ്പ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് നിലവിൽ പുതിയൊരു ചെയർമാനെയും അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യപ്പെട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ കേൽക്കർ കമ്മിറ്റി, ഓപ്ഷൻ ബി രംഗരാജൻ കമ്മീഷൻ, ഓപ്ഷൻ സി സർക്കറിയ കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ ഡി പുഞ്ചി കമ്മീഷൻ. ഇവരെല്ലാവരുടെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി രംഗരാജൻ കമ്മീഷൻ. സോ രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി രംഗരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത് 2000 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2000 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മീഷനാണ് ഈ രംഗരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2000 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത് 2005-ലാണ്. സോ 2005-ലാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി 2000-ലാണ് ഫോം ചെയ്തത്. രംഗരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത് 2000-ലാണ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 2005. സോ 2005-ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോർ ആക്ടിവിറ്റീസിന്റെയും നോഡൽ ഏജൻസി ആണെന്ത്, ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോഡൽ ഏജൻസി. ഇന്ത്യയിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിന്റെയും നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ഇറ്റ് ഈസ് എ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ആണ് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിന്റെയും നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഇനി ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ കോമ്പോസിഷനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ടാകും. ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ടാകും. അതുപോലെ തന്നെ 4 പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ടാകും. സോ ഒരു പാർട്ട് ടൈം ചെയർമാൻ, അതുപോലെ തന്നെ 4 പാർട്ട് ടൈം മെമ്പേഴ്സ്. സോ ഇവരാരും ഫുൾ ടൈം ചെയർമാനും മെമ്പേഴ്സും ആയിരിക്കില്ല. ദേ വിൽ ബി പാർട്ട് ടൈം ചെയർമാൻ ആൻഡ് പാർട്ട് ടൈം മെമ്പേഴ്സ്. അപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ കോമ്പോസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 4 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒ ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. സോ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അതായത് ബൈ ഡീഫോൾട്ട് നീതി ആയോഗിന്റെ സിഇഒ എന്തായിരിക്കും, ഈ ഒരു കമ്മീഷന്റെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ മെമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് ടൈം ചെയർമാനെയും 4 പാർട്ട് ടൈം മെമ്പേഴ്സിനെയും എന്ത് ചെയ്തു, ഇപ്പൊ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അതായത് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, പാർട്ട് ടൈം ചെയർമാനെയും അതുപോലെ തന്നെ 4 പാർട്ട് ടൈം മെമ്പേഴ്സിനെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ആരൊക്കെയാണ് ആ പാർട്ട് ടൈം ചെയർമാൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് പാർട്ട് ടൈം മെമ്പേഴ്സ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി. സോ ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി എന്ത് ചെയ്തു, ഇപ്പൊ റീസെന്റ് ആയിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഒരു പാർട്ട് ടൈം ചെയർമാനെയും 4 പാർട്ട് ടൈം മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ചെയർപേഴ്സൺ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡോക്ടർ സായിബാൽ ചതോപാധ്യായ്. സോ ഡോക്ടർ സായിബാൽ ചതോപാധ്യായ് ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ഈ ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫീൽഡിൽ എക്സ്പെർട്ടീസ് ഉള്ള,
അല്ലെങ്കിൽ വളരെ നല്ല നോളജ് ഉള്ള ആൾക്കാരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ചെയർപേഴ്സൺ ആയിട്ടും അതുപോലെ തന്നെ മെമ്പേഴ്സ് ആയിട്ടും അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സായിബാൽ ചതോപാധ്യായ ആണ് ഈ ഒരു കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് മറ്റ് ചെയർപേഴ്സണും മെമ്പേഴ്സും അടക്കം ടോട്ടൽ 4 പേരാണ്. അപ്പോൾ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഡോക്ടർ സായിപാൽ ചതോപാധ്യായ ആണ്. ആൻഡ് മെമ്പർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് സുബ്രബ്രത ദാസ്. സോ പ്രൊഫസർ സുബ്രബ്രത ദാസ് ആൻഡ് സത്യേന്ദ്ര ബഹാദൂർ സിംഗ് ആൻഡ് മാധവൻ മുകുന്ദ്, ഇത്രയും പേരാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ചെയർമാനെയും അതുപോലെ തന്നെ മെമ്പേഴ്സിനെയും പാർട്ട് ടൈം ചെയർമാനെയും പാർട്ട് ടൈം മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തായിരുന്നു. അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡോക്ടർ സായിബാൽ ചതോപാധ്യായ. ആൻഡ് ബാക്കി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ സുബ്രബ്രത ദാസ്, ശ്രീ സത്യേന്ദ്ര ബഹാദൂർ സിംഗ്, അതുപോലെ തന്നെ ഡോക്ടർ മാധവൻ മുകുന്ദ്. ഇവരാണ് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാനും അതുപോലെ തന്നെ മെമ്പേഴ്സും ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇനി ആരാണ് ഇപ്പോഴത്തെ സിഇഒ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ കറന്റ് സിഇഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നിധി ചിബ്ബർ. സോ നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ കറന്റ് സിഇഒ. സോ നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ. സോ നിധി ചിബ്ബർ എന്താണ് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ മെമ്പർ ആണ്, എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. സോ നിധി ചിബ്ബർ ഇസ് ദി റീസെന്റ് ഓർ കറന്റ് സിഇഒ ഓഫ് നീതി ആയോഗ്. ആൻഡ് നിധി ചിബ്ബർ എന്താണ് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the periodic labor force survey, India's main employment survey, is conducted by which organization? സോ ഇന്ത്യയുടെ മെയിൻ എംപ്ലോയ്മെന്റ് സർവേ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന മെയിൻ സർവേ ആയിട്ടുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണ്ടക്ട് ചെയ്യുന്ന ഏത് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, ഓപ്ഷൻ ബി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഓപ്ഷൻ സി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആൻഡ് ഓപ്ഷൻ ഡി ലേബർ ബ്യൂറോ. ഇവരിൽ ആരാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള ഓഫീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇറ്റ് വാസ് ഇൻ 2019. 2019 എന്ത് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NSO എന്നുള്ള ഈ ഒരു ഈ ഒരു ഓഫീസ് എന്ത് ചെയ്യുന്നത് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ഗവൺമെന്റ് ഓർഡർ കൊണ്ടുവന്നു. ഈ ഗവൺമെന്റ് ഓർഡർ പ്രകാരം അന്ന് വരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും അതുപോലെ തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും എന്ത് ചെയ്തു, മെർജ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു അംബ്രല്ല ഓഫീസ് ഫോം ചെയ്തു. അതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്ത് അംബ്രല്ല ഓഫീസ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ ഫംഗ്ഷൻ ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമാണെന്ത് ഇപ്പൊ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും അതുപോലെ തന്നെ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും. അപ്പോൾ ഇത് രണ്ടും ഇപ്പോഴും ഉണ്ട്, CSOയും NSSOയും ഇപ്പോഴും ഉണ്ട്. ബട്ട് അതിന്റെ രണ്ടിന്റെയും അംബ്രല്ല ഓഫീസ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ദി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതായത് CSO, അതായത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. ബട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നത് NSOയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ NSO ആണ് എന്ത് ചെയ്യുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആരാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ബട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നത് NSOയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം NSO ആണെന്ത് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ഓഫീസ് എന്ന്. അപ്പോൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയും കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അതുപോലെ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ആരാണ്, ഇറ്റ് ഈസ് എ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈംസ് ഇനാഗുറൽ 100 most influential people in sports 2026 list
featured which Indian as the only Indian on the list? അപ്പോൾ റീസെന്റ് ആയിട്ട് ടൈം മാഗസീൻ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ സ്പോർട്സ് 2026 എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തായിരുന്നു. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം ടൈം മാഗസീൻ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ദാറ്റ് ഈസ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ സ്പോർട്സ്. 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ സ്പോർട്സ് എന്ന് പറഞ്ഞ് റീസെന്റ് ആയിട്ട് ടൈം മാഗസീൻ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ ലിസ്റ്റിൽ ഒരൊറ്റ ഇന്ത്യൻ മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആ ഇന്ത്യൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹർമൻപ്രീത് കൗർ, ഓപ്ഷൻ ബി നീരജ് ചോപ്ര, ഓപ്ഷൻ സി സ്മൃതി മന്ദാന ആൻഡ് ഓപ്ഷൻ ഡി PV സിന്ധു. അപ്പൊ ഇവരിൽ ഏത് ഇന്ത്യൻ ആണ് ഈ ഒരു ടൈമിന്റെ ഇനാഗുറൽ ലിസ്റ്റ് ഓഫ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ സ്പോർട്സ് ലിസ്റ്റിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഏക വ്യക്തി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സ്മൃതി മന്ദാന. അപ്പൊ സ്മൃതി മന്ദാന മാത്രമാണ് ടൈം മാഗസിന്റെ ഈ ഒരു ലിസ്റ്റിനകത്ത് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ സ്പോർട്സ് എന്നുള്ള ഈ ഒരു ലിസ്റ്റിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത്. ആൻഡ് സ്മൃതി മന്ദാനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടൈറ്റൻസ് എന്നൊരു കാറ്റഗറിയിലാണ്. സോ ടൈറ്റൻസ് കാറ്റഗറിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്മൃതി മന്ദാനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് ആരുള്ളത്, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരെ പോലെയുള്ള സ്പോർട്സ് പേഴ്സൺസ് ഉള്ളത്. സോ ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന ടൈറ്റൻസ് കാറ്റഗറിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്മൃതി മന്ദാനയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലയണൽ മെസ്സി അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള ലെജൻഡറി ഫുട്ബോൾ പ്ലെയേഴ്സ് അടങ്ങുന്ന ടൈറ്റൻസ് കാറ്റഗറിയിൽ തന്നെയാണ് സ്മൃതി മന്ദാന എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിഗല്ലോസിസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. ഷിഗല്ലോസിസ് ഡിസീസ് കോസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗൈ ആൻഡ് ഓപ്ഷൻ ഡി പാരസൈറ്റ്സ്. ഇവരിൽ ഏതാണ് അല്ലെങ്കിൽ ഇവരിൽ ഏത് ഓർഗാൻസും ആണ് ഷിഗല്ലോസിസ് ഡിസീസ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷിഗല്ലോസിസ് ഡിസീസിന്റെ കാരണമാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ത്, ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഷിഗല്ലോസിസ് കോസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയ പേരാണ് ഷിഗല്ല. സോ ഷിഗല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഷിഗല്ലോസിസ് എന്നുള്ള അസുഖം എന്ത് ചെയ്യുന്നത്, കോസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ന്യൂസ് പേപ്പറിനകത്ത്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ എന്ന് ന്യൂസ് പേപ്പറിനകത്ത് കാണുന്ന ഒരു വാർത്തയാണ്, കേരളത്തിൽ എന്ത് ചെയ്യുന്നു, ഷിഗല്ല ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഷിഗല്ല വ്യാപനം കൂടുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പറിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഷിഗല്ല എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഷിഗല്ല എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിസീസിന് നമ്മൾ ഷിഗല്ലോസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഷിഗല്ല ഡിസീസ് കോസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ആ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വിളിക്കുന്ന പേരാണെന്ത്, ഷിഗല്ല. ഇനി ഈ ഒരു ഷിഗല്ല ബാക്ടീരിയ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ്. സോ നമ്മുടെ ദഹന വ്യവസ്ഥയെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിഗല്ല ബാക്ടീരിയ അഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് അഫക്ട്സ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ പ്രൈമർലി ഈ ഒരു ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറിയ അതുപോലെ തന്നെ ഡയറിയ അതുപോലെ തന്നെ ഫീവർ, സ്റ്റൊമക് ഏക്ക് ഇതുപോലെയുള്ള ഡയറിയ, സ്റ്റൊമക് ഏക്ക്, ഫീവർ ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദി ഷിഗല്ല ബാക്ടീരിയ. സോ ഷിഗല്ല ബാക്ടീരിയ ആണ് ഷിഗല്ലോസിസ് കോസ് ചെയ്യുന്നത്. ആൻഡ് മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു ബാക്ടീരിയ അഫക്ട് ചെയ്യുന്ന നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ്. ആൻഡ് മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഡയറിയ, ഫീവർ, സ്റ്റൊമക് ഏക്ക് ഇങ്ങനെയുള്ളതാണ് മേജർ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. Next question, where was the first World Yogasana Championship 2026 inaugurated by Prime Minister Narendra Modi? So Prime Minister Narendra Modi recently the first World Yogasana Championship എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി വാരണാസി, ഓപ്ഷൻ സി അഹമ്മദാബാദ് ആൻഡ് ഓപ്ഷൻ ഡി ബംഗളൂരു. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, the world's first യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇതിൽ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അഹമ്മദാബാദ്. സോ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ദ ഫസ്റ്റ് എവർ എഡിഷൻ ഓഫ് വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ്. സോ വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ ദ ഫസ്റ്റ് എവർ എഡിഷൻ കണ്ടക്ട് ചെയ്ത് ഇറ്റ് വാസ് അഹമ്മദാബാദ്, ഗുജറാത്ത്. ആൻഡ് ഈ ഒരു യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു യോഗാസന ചാമ്പ്യൻഷിപ്പിനകത്ത് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്,
ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വന്നത്. സോ ഇന്ത്യയാണ് ഈ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽസ് എന്ത് ചെയ്തത്, വിൻ ചെയ്തത്. സോ ഇന്ത്യയാണ് മെഡൽ ടാലിയിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനാണ് നിൽക്കുന്നത്. സോ ഇന്ത്യ ഓക്കുപ്പൈസ് ദ ഫസ്റ്റ് പൊസിഷൻ ഇൻ ദി മെഡൽ ടാലി. ആൻഡ് ഈ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മൊത്തത്തിൽ നേടിയത് 114 മെഡൽസ് ആണ്. അതായത് ഗോൾഡും സിൽവറും ബ്രോൺസും അടക്കം ടോട്ടൽ 114 മെഡൽസ്, 114 മെഡൽസ് ആണ്. ആൻഡ് ഈ 114 മെഡൽസിനകത്ത് 102 മെഡൽസും ഗോൾഡ് ആണ്. 102 മെഡൽസ് ആർ ഗോൾഡ്. അപ്പോൾ ഈ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 102 ഗോൾഡ് നേടിക്കൊണ്ട് ടോട്ടൽ 114 മെഡലുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ പൊസിഷൻ എന്ത് ചെയ്തത്, സെക്യൂർ ചെയ്തത്. സോ ഫസ്റ്റ് പൊസിഷൻ വാസ് സെക്യൂർഡ് ബൈ ഇന്ത്യ ആൻഡ് ഇന്ത്യ 102 ഗോൾഡ് അടക്കം ടോട്ടൽ മെഡൽ ടാലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 114 മെഡൽസ്. സോ ടോട്ടൽ 114 മെഡൽസ് ആണ് ഇന്ത്യ വിൻ ചെയ്തത്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഏത് കൺട്രിയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജപ്പാൻ. സോ ജപ്പാനാണ് രണ്ടാമത്തെ പൊസിഷനകത്ത് വന്നത്. ആൻഡ് ജപ്പാന് ആകെ കൂടി നേടാനായത് 11 മെഡൽസ് മാത്രമാണ്. അതായത് ഗോൾഡും സിൽവറും ബ്രോൺസും അടക്കം 11 മെഡൽസ് ആയിരുന്നു ജപ്പാന്റെ ടോട്ടൽ മെഡൽ ടാലി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ വന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അർജന്റീന. സോ അർജന്റീനയായിരുന്നു ഈ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം എന്ത് ചെയ്തത്, സെക്യൂർ ചെയ്തത്. ഇനി ഈവൻ ദോ നേപ്പാളാണ് 5ാം സ്ഥാനം സെക്യൂർ ചെയ്തെന്നുണ്ടെങ്കിലും, അതായത് ഈ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ 5th പൊസിഷൻ എന്ന് പറയുന്നത് നേപ്പാളിനാണ് എന്നുണ്ടെങ്കിൽ പോലും നേപ്പാളിനാണ് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡൽ ഉള്ളത്. ദാറ്റ് ഈസ് അറൌണ്ട് 52 മെഡൽസ്. സോ 52 മെഡൽസ് ആണ് നേപ്പാളിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നേടാനായത്. അതായത് നേപ്പാളിന് സ്വർണം കുറവാണ്, അതായത് ഗോൾഡ് കുറവാണ്, അതുകൊണ്ടാണ് പൊസിഷനിൽ 5ാം സ്ഥാനത്തേക്ക് വന്നത്. അതായത് നമ്മൾ എപ്പോഴും മെഡൽ ടാലിയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് നേടിയ ആൾക്കായിരിക്കും ഫസ്റ്റ് പൊസിഷൻ, ദെൻ ഫോളോഡ് ബൈ ദ സെക്കൻഡ് നമ്പർ ഓഫ് ഗോൾഡ് മെഡൽസ് ആൻഡ് തേർഡ് നമ്പർ ഓഫ് ഗോൾഡ് മെഡൽസ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മെഡൽ ടാലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെഡൽ ടാലിയിൽ ഏറ്റവും ഗോൾഡ് ആരാണോ വിൻ ചെയ്യുന്നത് അയാൾക്കാണ് ഫസ്റ്റ് പൊസിഷൻ, ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ്സ് ആർക്കാണോ അയാൾക്കാണ് സെക്കൻഡ് പൊസിഷൻ. സോ അങ്ങനെ നോക്കുമ്പോൾ നേപ്പാളിന് ഗോൾഡ് കുറവാണ്, ബട്ട് ഇൻ ടോട്ടൽ അതായത് സിൽവറും ബ്രോൺസും അടക്കം നേപ്പാൾ ടോട്ടൽ 52 മെഡൽസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിനകത്ത് ഫസ്റ്റ് പൊസിഷൻ ഇന്ത്യക്കാണ്, ഏറ്റവും കൂടുതൽ മെഡൽസും ഇന്ത്യക്കാണ് 114 മെഡലുകൾ, ഏറ്റവും കൂടുതൽ ഗോൾഡും ഇന്ത്യക്കാണ് 102 ഗോൾഡുകൾ. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ജപ്പാനാണ്, തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് അർജന്റീനയ്ക്കാണ്. സോ ഈവൻ ദോ നേപ്പാൾ 5ാം സ്ഥാനത്താണെങ്കിൽ പോലും, അതായത് നേപ്പാളിന് ഗോൾഡ് കുറവാണ്, സോ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബട്ട് സ്റ്റിൽ ബാക്കി അതായത് സിൽവർ മെഡൽസും ബ്രോൺസ് മെഡൽസും നേപ്പാളിന് ഒരുപാട് ഉണ്ടായിരുന്നു. സോ മെഡൽ ടാലിയിൽ ഇന്ത്യക്ക് ശേഷം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നേപ്പാളാണ്. മെഡൽ ടാലിയിൽ ഇന്ത്യക്ക് ശേഷം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നേപ്പാളാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഇന്ത്യയാണ്, സെക്കൻഡ് പൊസിഷൻ ജപ്പാനാണ്. ബട്ട് ഈവൻ ദോ നേപ്പാൾ 5th പൊസിഷനിലാണെങ്കിലും ഇന്ത്യക്ക് ശേഷം ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ കൺട്രി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് നേപ്പാൾ. Next question. Consider the following statements about SkyCast. SkyCast എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ച് ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. First statement, it was inaugurated at Indira Gandhi International Airport. IGA Airport means Indira Gandhi International Airport, New Delhi. Second statement, it provides up to 3-hour advanced weather alerts. And third statement, India became the 29th country to deploy such a system. India became the 29th country to deploy such a system. Okay. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ആദ്യം തന്നെ എന്താണ് ഈ സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഏവിയേഷൻ വെതർ അലേർട്ട് സിസ്റ്റം ആണ്. അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഏവിയേഷൻ വെതർ അലേർട്ട് സിസ്റ്റം ആണെന്ന് ഈ ഒരു സ്കൈകാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഒക്കെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഇന്റഗ്രേറ്റഡ് ഏവിയേഷൻ സിസ്റ്റം. സോ സ്കൈകാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഇന്റഗ്രേറ്റഡ് weather aviation weather system. It is an advanced integrated aviation weather alert system. അതായത് ഫ്ലൈറ്റുകളുടെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനെയും എല്ലാം ഒരുപാട് നാച്ചുറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോഗ്,
അതുപോലെ ടർബുലൻസ്, അതുപോലെ തന്നെ വിൻഡ്, റെയിൻ, ഇതുപോലെ ഒരുപാട് അറ്റ്മോസ്ഫിയർ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട് ഫ്ലൈറ്റ്സിന്റെ ടേക്ക് ഓഫിനെയും അതുപോലെ തന്നെ ലാൻഡിങ്ങിനെയും എന്ത് ചെയ്യാറുണ്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസസ്, അതായത് ഇങ്ങനെയുള്ള വെതർ എക്സ്ട്രിമിറ്റീസ് മൂലം ഫ്ലൈറ്റുകൾ ഡിലേ ആകാറുണ്ട്, ഫ്ലൈറ്റുകൾ റീറൂട്ട് ചെയ്യാറുണ്ട്, ഫ്ലൈറ്റുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏർലി വെതർ അലേർട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഏവിയേഷൻ വെതർ അലേർട്ട് സിസ്റ്റം ആണെന്ത് ഈ ഒരു സ്കൈകാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വെതർ മോണിറ്ററിംഗ് സിസ്റ്റം ആണെന്ത് ഈ ഒരു സ്കൈകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൈകാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റ്സും, അതായത് എവറി 5 മിനിറ്റ്സ്, ഓരോ 5 മിനിറ്റും എന്ത് ചെയ്യും റിയൽ ടൈം ആയിട്ട് വെതർ അലേർട്ട് അല്ലെങ്കിൽ വെതറിനെ എന്ത് ചെയ്യും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ്സിന്റെ ലാൻഡിങ്, ടേക്ക് ഓഫ് പോലുള്ള സിറ്റുവേഷൻസ് എൻവയോൺമെന്റൽ എക്സ്ട്രിമിറ്റീസ് മൂലം എഫക്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഓരോ 5 മിനിറ്റിലും എന്ത് ചെയ്യും റിയൽ ടൈം ആയിട്ട് ഇത് വെതറിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫോഗ് എങ്ങനെയാണ്, റെയിൻഫോൾ ഉണ്ടോ, വിൻഡ് സ്പീഡ് എത്രയാണ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് ടർബുലൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള വെതർ ഫിനോമിനാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇത് എവറി 5 മിനിറ്റ്സ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും ആൻഡ് എവറി 5 മിനിറ്റ്സ് എന്ത് ചെയ്യും അലേർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അതാണെന്ത് ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. സോ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് പ്രൊവൈഡ്സ് അപ് ടു 3 hour അഡ്വാൻസ് വെതർ അലേർട്ട്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. കാരണം ഓരോ 5 മിനിറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇത് വെതർ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് 3 hour ഒന്നും അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല വെതർ അലേർട്ട്സ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എവറി 5 മിനിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം വെതർ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ 3 hour അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല ഇത് വെതർ അലേർട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ ബിക്കേം ദി 29th country to deploy such a system. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് സിസ്റ്റം എംപ്ലോയ് ചെയ്യുന്ന 19ാമത്തെ കൺട്രി മാത്രമാണ്. അതായത് ഇന്ത്യയെ കൂടാതെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെതർ മോണിറ്ററിംഗ് സിസ്റ്റം വേറെ 18 കൺട്രീസിന് മാത്രമാണുള്ളത്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ 19th country in this list. അപ്പോൾ ഇന്ത്യയെ കൂടാതെ മറ്റ് 18 കൺട്രീസിന് മാത്രമേ എന്തുള്ളൂ ഇത്രയും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വെതർ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വെതർ മോണിറ്ററിംഗ് സിസ്റ്റം ഉള്ളൂ. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന 19ാമത്തെ കൺട്രി മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് 29. സോ ഇന്ത്യ 29th country അല്ല, ഇന്ത്യ എന്ന് പറയുന്നതാണ് 19ാമത്തെ കൺട്രി മാത്രമാണ്. ആൻഡ് ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് അണ്ടർ മിഷൻ മൗസം. സോ മിഷൻ മൗസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ അണ്ടറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് അണ്ടർ ദി മിഷൻ മൗസം. സോ മിഷൻ മൗസത്തിന്റെ അണ്ടറിലാണ് ഈ ഒരു സ്കൈകാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസറിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 only. So correct answer is 1 only. Options ഒന്ന് കറക്റ്റ് ചെയ്തോണേ. So the correct answer is option A, 1 only. Option A 1 only മാത്രമാണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Okay, next question. The 2026 theme of World Day to Combat Desertification and Drought is. അപ്പോൾ ഇത്തവണത്തെ 2026 വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ടിന്റെ തീം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലാൻഡ് ഫോർ ലൈഫ്, ഓപ്ഷൻ ബി റീസ്റ്റോറിംഗ് എർത്ത്സ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ സി റേഞ്ച് ലാൻഡ്സ് റെക്കഗ്നൈസ് റെസ്പെക്ട് ആൻഡ് റീസ്റ്റോർ, ആൻഡ് ഓപ്ഷൻ ഡി ഡ്രൗട്ട് റിസൈലൻസ് ഫോർ ഓൾ. അപ്പോൾ ഇത്തവണത്തെ 2026 വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ടിന്റെ തീം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ തീം ഓഫ് ദി വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട്? ഇനി തീം പറയുന്നതിന് മുന്നേ എന്നാണ് ഈ വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ June 17. സോ ജൂൺ 17 ആണെന്ത് വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട്.
അതായത് ഡെസേർട്ടിഫിക്കേഷനും ഡ്രൗട്ടും കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ജൂൺ 17 എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1994ലാണ് എന്ത് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ജൂൺ 17 വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. സോ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, UN ജനറൽ അസംബ്ലി 1994ലാണ് എന്ത് ചെയ്യുന്നത്, ജൂൺ 17 വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇത്തവണത്തെ 2026 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറേഞ്ച് ലാൻഡ്സ് റെക്കഗ്നൈസ് റെസ്പെക്ട് ആൻഡ് റീസ്റ്റോർ. അപ്പോൾ 2026 തീം എന്ന് പറയുന്ന റേഞ്ച് ലാൻഡ്സ് റെക്കഗ്നൈസ് റെസ്പെക്ട് ആൻഡ് റീസ്റ്റോർ, ഇതാണ് തീം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ റേഞ്ച് ലാൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ആണ്. അതായത് ഒരുപാട് പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഏരിയ ഉള്ള ഒരു വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ആണെന്ന് ഈ ഒരു റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വാസ്റ്റ് ഏരിയയിൽ നമുക്ക് ഗ്രാസ് ലാൻഡ്സ്, ഷ്രബ്സ്, ടുണ്ട്ര വെജിറ്റേഷൻ പോലെയുള്ള വെജിറ്റേഷൻസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഫോറസ്റ്റ് അല്ലാതെ ഒരുപാട് ഏരിയയിൽ നീണ്ടു കിടക്കുന്ന ഗ്രാസ് ലാൻഡ്സ്, തുന്ദ്ര, അതുപോലെ തന്നെ സ്മോൾ വെജിറ്റേഷൻ, ഷ്രബ്സ്, ഹെർബ്സ്, ഇങ്ങനെയുള്ള വെജിറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ലാർജ് ഏരിയ ഓഫ് ലാൻഡിനെ വിളിക്കുന്ന പേരാണെന്ത്, റേഞ്ച് ലാൻഡ്സ്. അപ്പോൾ റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ്സും ഷ്രബ്സും ഹെർബ്സും ടുണ്ട്ര വെജിറ്റേഷനും അടങ്ങുന്ന വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ആണ് റേഞ്ച് ലാൻഡ്സ്. ഈ റേഞ്ച് ലാൻഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, ഇതാണെന്ത് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. അതായത് ഡെസേർട്ടിഫിക്കേഷൻ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് മാത്രമല്ല ഇങ്ങനെയുള്ള റേഞ്ച് ലാൻഡ്സിനെയും അതായത് ഗ്രാസ് ലാൻഡ്സിനെയും തുന്ദ്ര വെജിറ്റേഷനെയും ഷ്രബ്സിനെയും അടക്കം എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, അതിനെ റെക്കഗ്നൈസ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് 2026 തീം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ തീം ഓഫ് 2026. Next question. Which country is hosting the global observance of World Day to combat desertification and drought in 2026? So 2026 വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ടിന്റെ ഒബ്സർവൻസ് ഹോസ്റ്റ് ചെയ്യുന്ന, ഗ്ലോബൽ ഒബ്സർവൻസ് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ജൂൺ 17 ആണ് വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് 2026 ഈ ഒരു ഡേയുടെ സെലിബ്രേഷന്റെ ഗ്ലോബൽ ഒബ്സർവൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഏത് കൺട്രിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി കെനിയ, ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്ക ആൻഡ് ഓപ്ഷൻ ഡി ബ്രസീൽ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി കെനിയ. സോ ഓപ്ഷൻ ബി കെനിയ ആണ് കറക്റ്റ് ആൻസർ. സോ കെനിയ ആണ് എന്ത് ചെയ്യുന്നത് 2026 വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ഡ്രൗട്ടിന്റെ ഗ്ലോബൽ ഒബ്സർവൻസ് നടത്തുന്ന ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസ് കാൻക്വസ്റ്റ് ഇസ് ഹോസ്റ്റ് ബൈ. എക്സസൈസ് കാൻക്വസ്റ്റ് എന്നുള്ള എക്സസൈസ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാറ്റോ ആൻഡ് ജപ്പാൻ, ഓപ്ഷൻ ബി മംഗോളിയ ആൻഡ് US ഇൻഡോ പസഫിക് കമാൻഡ്, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ആൻഡ് ഓപ്ഷൻ സി ചൈന ആൻഡ് റഷ്യ. അപ്പോൾ ഇവരിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇവരിൽ ആരാണ് എക്സസൈസ് കാൻക്വസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി മംഗോളിയ ആൻഡ് US ഇൻഡോ പസഫിക് കമാൻഡ്. സോ മംഗോളിയ അതുപോലെ തന്നെ US ഇൻഡോ പസഫിക് കമാൻഡ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കാൻക്വസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി എക്സസൈസ് കാൻക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 2003 എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കാൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2003 ഈ ഒരു എക്സസൈസ് കാൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബൈലാറ്ററൽ എക്സസൈസ്. ഇതൊരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് മാത്രമായിരുന്നു. അതായത് രണ്ട് രാജ്യങ്ങളിലെ മിലിറ്ററീസ് തമ്മിൽ നടത്തുന്ന ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് മാത്രമായിരുന്നു 2003 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 2003 ഇതൊരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആയിരുന്നു. ഏതൊക്കെ രണ്ട് കൺട്രീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US അതുപോലെ തന്നെ മംഗോളിയ. സോ യുഎസും മംഗോളിയയുടെയും മിലിറ്ററി ഫോഴ്സസ് അല്ലെങ്കിൽ യുഎസിന്റെയും മംഗോളിയയുടെയും ഡിഫൻസ് ഫോഴ്സസ് മിലിറ്ററി തമ്മിൽ നടത്തിയിരുന്ന 2003 സ്റ്റാർട്ട് ചെയ്ത ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ്, ഈ രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററീസ് അതായത് യുഎസിന്റെയും അതുപോലെ തന്നെ മംഗോളിയയുടെയും മിലിറ്ററീസ് നടത്തിയിരുന്ന ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് മാത്രമായിരുന്നു 2003 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സസൈസ് കാൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 2006 എന്ത് ചെയ്യുന്നത്, ഇതൊരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആയിട്ട് മാറുന്നത്. സോ 2006 എന്ത് ചെയ്യുന്നത്, ഇതൊരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്.
അപ്പോൾ 2003 എക്സൈസ് സ്കാൻ ക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, ഇതൊരു ബൈലാറ്ററൽ മിലിറ്ററി എക്സൈസ് മാത്രമായിരുന്നു. അതായത് രണ്ട് കൺട്രീസിന്റെ മിലിറ്ററീസ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സൈസ് ആയിരുന്നു ബിറ്റ്വീൻ US ആൻഡ് മംഗോളിയ. ബട്ട് 2006 എന്ത് ചെയ്തു, ഇതൊരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സൈസ് ആയിട്ട് മാറി. അതായത് രണ്ട് കൺട്രീസ് അല്ലാതെ മറ്റനവധി കൺട്രീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു എക്സൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് 2006 മുതൽ ഇതെന്ന് പറയുന്നതാണ് ഒരു പീസ് കീപ്പിംഗ് എക്സൈസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ട്, അതായത് പല കൺട്രീസിലെ മിലിറ്ററീസ് ഒരു പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടറിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പീസ് കീപ്പിംഗ് മിഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു എക്സൈസ് കാൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സൈസ് കാൻക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കൺട്രീസിന്റെ മിലിറ്ററീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പീസ് കീപ്പിംഗ് മിഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സൈസ് ആണ് എക്സൈസ് കാൻക്വസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ മംഗോളിയ ആൻഡ് US Indo-Pacific Command. ആൻഡ് 2026 2026 എക്സൈസ് കാൻക്വസ്റ്റ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ മംഗോളിയ. സോ മംഗോളിയാണ് 2026 എന്ത് ചെയ്യുന്നത്, ഒരു എക്സൈസ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ മംഗോളിയാണ് 2026 ഈ ഒരു എക്സൈസ് കാൻക്വസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. 2025 മംഗോളിയ തന്നെയാണ് എന്ത് ചെയ്തത്, ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ 2025 മംഗോളിയാണ് എക്സൈസ് ഹോസ്റ്റ് ചെയ്തത്. 2026 മംഗോളിയ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സൈസ് ഹോസ്റ്റ് ചെയ്യുന്നത്. Next question. The WT Marut portal launched on 17 June 2026 is related to. So 17 June 2026 ലോഞ്ച് ചെയ്ത പോർട്ടലാണ് WT Marut പോർട്ടൽ. ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെർമൽ പവർ ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ ബി വിൻഡ് എനർജി മോണിറ്ററിംഗ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഓപ്ഷൻ സി മറൈൻ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് ഓപ്ഷൻ ഡി യുറേനിയം എക്സ്പ്ലോറേഷൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിൻഡ് എനർജി മോണിറ്ററിംഗ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. സോ വിൻഡ് എനർജിയുടെ മോണിറ്ററിംഗും റിസോഴ്സ് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണത് WT Marut പോർട്ടൽ. ആൻഡ് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ്. ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് റിലീസ്ഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി റോഡ് മാപ്പ്? അപ്പോൾ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി റോഡ് മാപ്പ് റിലീസ് ചെയ്തത് ഇതിലേത് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി മേറ്റി സ്റ്റാർട്ടപ്പ് ഹബ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ് ഇന്ത്യ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി നീതി ആയോഗ്. സോ നീതി ആയോഗ് പബ്ലിഷ് ചെയ്ത റോഡ് മാപ്പ് ആണെന്ത്, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി റോഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട് മറ്റ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി മാറ്റുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു മേജർ സെമി കണ്ടക്ടർ പ്ലെയർ ആയിട്ട് മാറുക ബൈ ദി ഇയർ 2035. 2035 കൂടി എന്ത് ചെയ്യണം, നമുക്ക് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറണം. ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇതാണെന്ത് ഈ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഈ ഒരു റോഡ് മാപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2035 കൂടി ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു $120 to $150 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ത് ചെയ്യണം, 2035 കൂടി $120 to $150 ബില്യൺ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതും എന്താണ്, ഈ റോഡ് മാപ്പിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. And the last question, the second edition of the Mango Magic Festival was held in which country? ഏത് കൺട്രിയിലാണ് മാംഗോ മാജിക് ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് എഡിഷൻ കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ജപ്പാൻ ആൻഡ് ഓപ്ഷൻ ഡി യുണൈറ്റഡ് കിങ്ഡം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാംഗോ മാജിക് ഫെസ്റ്റിവലിന്റെ രണ്ടാമത്തെ എഡിഷൻ കണ്ടക്ട് ചെയ്തത്. ഇനി എന്താണ് ഈ മാംഗോ മാജിക് ഫെസ്റ്റിവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാംഗോസിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി US വെച്ച് കണ്ടക്ട് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ആണെന്ത് ഈ ഒരു മാംഗോ മാജിക് ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംഗോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മാംഗോ. സോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംഗോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആൻഡ് ഇന്ത്യൻ മാംഗോസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് US വെച്ചിട്ട് ഈ ഒരു മാംഗോ മാജിക് ഫെസ്റ്റിവൽ എന്ത് ചെയ്ത് റീസെന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ദിവസങ്ങളിലെ
ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്